കാമുകിയെ വാഹനാപകടത്തിൽപ്പെടുത്തിയ ശേഷം അപകടസ്ഥലത്ത് രക്ഷകനായെത്തി യുവാവിൻ്റെയും സുഹൃത്തിൻ്റെയും ഹീറോയിസം. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസിന് ചെറിയൊരു സംശയം, ഈ വാഹനാപകടം ഒരു ആസൂത്രിതമാണോ എന്ന്. അങ്ങനെ യുവാവിനെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് കാമുകിയുടെ കുടുംബത്തിൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി നടത്തിയ ആസൂത്രിതമായ അപകടമായിരുന്നു അത്. പത്തനംതിട്ട കോന്നിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒടുവിൽ കാമുകനും സുഹൃത്തും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് പോകും മുമ്പ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ്. തൃശ്ശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. ശില്പ, 5 വയസ്സുള്ള മകൻ അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനം. രാവിലെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇതുപോലുള്ള വാർത്തകൾ പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് ഏറെ സങ്കടം തോന്നും, വിഷമം തോന്നാറുണ്ട്. കാരണം കുഞ്ഞു മക്കളെ കൊലപ്പെടുത്തി ജീവനെടുക്കുന്ന അമ്മമാർ. ഇത് ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ അടാട്ടാണ് ദാരുണമായ കൂട്ടമരണം സംഭവിച്ചത്. എന്താണ് ആത്മഹത്യയുടെ കാരണം? പോലീസ് എന്താണ് നൽകുന്ന വിവരം? എന്തായാലും ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് തൃശ്ശൂരിൽ നിന്നും വരുന്നത്. ഈ അമ്മ ശില്പ മകനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. മകൻ അക്ഷയ്ജിത്ത് 5 വയസ്സ് മാത്രമാണുള്ളത്. ഈ പോലീസ് പറയുന്നതനുസരിച്ച് ഇന്ന് രാവിലെ ഏറെ നേരം കഴിഞ്ഞിട്ടും ശില്പ പുറത്തേക്ക് വന്നിരുന്നില്ല. തുടർന്ന് കതക് തട്ടി വിളിക്കുമ്പോൾ രണ്ടുപേരുടെയും അനക്കമുണ്ടായില്ല. ഈ ഭർത്താവിന്റെ വീട്ടിലാണ് ശില്പ താമസിക്കുന്നത്. ഉടനെ തന്നെ ഭർത്താവ് രോഹിത്ത് അടുത്ത് തന്നെയായിരുന്നു മോഹിത്ത്. പനിയായതിനാൽ മറ്റൊരു മുറിയിലായിരുന്നു കിടന്നിരുന്നത്. ഉടനെ മകനെയും അതോടൊപ്പം തന്നെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ച് അവർ കതക് കുത്തി തുറന്ന് നോക്കുമ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശില്പയെ തൂങ്ങിയ നിലയിലായിരുന്നു. മകന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ശില്പ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ശില്പയുടേതെന്ന് പറയുന്ന ഒരു ശബ്ദ മാത്രമാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. മറ്റ് ആത്മഹത്യ കുറിപ്പൊന്നും ലഭ്യമായിട്ടില്ല. അതിൽ പറയുന്നത് പ്രകാരം ശില്പ വളരെയേറെ നാളുകളായി ഈ PSC പരീക്ഷയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയും ജോലി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വേണ്ട വിധത്തിൽ തനിക്ക് ജോലി ലഭിക്കാത്തതും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതും, അതായത് ഈ ജോലി സംബന്ധമായി തനിക്ക് നല്ലൊരു ജോലി കിട്ടിയില്ല. ഒരുപാട് നാളായി അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നടക്കാത്തതിൻ്റെ നിരാശയാണ് ശില്പ ആത്മഹത്യക്ക് ചെയ്യാൻ കാരണമെന്നാണ് ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. എന്തായാലും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഭർത്താവ് മോഹിത്ത് പറയുന്നത് തനിക്ക് പനി കാരണം മറ്റൊരു മുറിയിലായിരുന്നു കിടന്നതെന്നാണ്. അതും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കുടുംബത്തിന്റെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുവാനാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 5 വയസ്സുള്ള മകനെയും കൊലപ്പെടുത്തിയ ശേഷമാണ് ശില്പ തൂങ്ങി മരിച്ചത് എന്നുള്ളതാണ് ഏറെ വിഷമിപ്പിക്കുന്ന കാര്യം. മറ്റ് പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ? ഭർത്താവുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമോ കുടുംബ പ്രശ്നമോ ഒക്കെ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് കേട്ടോ. കാരണം അത് എന്തായാലും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് നവമി. നമുക്കറിയാം, സാമാന്യം ഭേദപ്പെട്ട സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു കുടുംബമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ വീടും ആ പശ്ചാത്തലവും പരിസരവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്കറിയില്ല. അതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ പരിശോധിക്കണം. പക്ഷേ ഈ യുവതിയെ അലട്ടിയിരുന്നത് അവർക്ക് ഇത്രയും നാളുമായി ജോലിയില്ല, PSC കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട്, ജോലി ലഭിക്കാത്തതിൻ്റെ നിരാശ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഓഡിയോ സംഭാഷണമാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ളത്. മറ്റു കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? ഇത് തന്നെയാണ്, ഈ ജോലിയില്ലാത്തതിൻ്റെ നിരാശയാണ് ആത്മഹത്യക്ക് കാരണമായതെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. കാരണം അങ്ങനെയെങ്കിൽ എന്തിനാണ് ആ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നൊരു ചോദ്യമാണല്ലോ അവശേഷിക്കുന്നത്.
അതെ, ആ ചോദ്യമാണ് ബാക്കിയാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയേറെ മാനസിക ബുദ്ധിമുട്ട് ശില്പ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ മകനെ കൂടി കൊലപ്പെടുത്തിയത്? ഭർത്താവുമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ പോലീസ് അത് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓഡിയോ സന്ദേശത്തിൽ ലഭിക്കുന്നതനുസരിച്ച് ഒരു പ്രാഥമിക നിഗമനാണ്, അതിപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് തനിക്ക് വേണ്ട രീതിയിൽ ഈ ജോലി ലഭിക്കാത്തതും PSCക്കായി ഒരുപാട് നാളായി പരിശ്രമിക്കുന്നുണ്ട്, ഉയരത്തിലേക്ക് എത്താൻ കഴിയാത്തതും ഒരു വിജയം കൈവരിക്കാൻ കഴിയാത്തതുമാണ് തന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ശില്പ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. പക്ഷെ അത് പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ശില്പയുടെ ഫോൺ അടക്കം പരിശോധിക്കുന്നുണ്ട്. ഫോണും അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ഈ ഭർത്താവിന്റെ അടക്കം വിശദമായിട്ടുള്ള മൊഴിയെടുക്കാനാണ് പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിൽ പോലീസിനും എത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും പ്രാഥമിക നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അപ്പോഴും സംശയിക്കുന്നത് കുടുംബവുമായി ഇത് ശില്പ പങ്കുവച്ചിരുന്നോ, പ്രത്യേകിച്ച് ഭർത്താവുമായി ഈ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പഠിത്തത്തിൽ തനിക്ക് ഉന്നത വിജയം കൈവരിക്കാൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ട് ഭർത്താവുമായി ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരുന്നോ, ഭർത്താവിന് ഇക്കാര്യം അറിയിരുന്നോ, മാനസികമായി ശില്പ വളരെയേറെ തകർച്ചയിലായിരുന്നോ? ഈ നമ്മൾ സാധാരണയായി കാണാറുണ്ട് ഇത്തരത്തിലുള്ള വേണ്ട വിധത്തിൽ ജീവിതത്തിൽ ഇപ്പോൾ ജോലിക്കായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലായാലും ഒക്കെ മികച്ച വിജയം കൈവരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മാനസികമായി വലിയ പിരിമുറുക്കം അനുഭവിക്കുക, ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. ആ തരത്തിലുള്ള ഏതെങ്കിലും മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസികമായി വലിയ തളർച്ച ശില്പയ്ക്കുണ്ടായിരുന്നോ? അത് കുടുംബവുമായി പങ്കുവച്ചിരുന്നോ, ഭർത്താവുമായി പങ്കുവച്ചിരുന്നോ? ഇതെല്ലാം പോലീസിന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് ആ വിധത്തിലുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. പക്ഷെ 5 വയസ്സുള്ള തന്റെ മകനെ കൂടി കൊലപ്പെടുത്താൻ എങ്ങനെയാണ് ശില്പയ്ക്ക് കഴിഞ്ഞതെന്നാണ് കുടുംബവും ചോദിക്കുന്നത്. ഭർത്താവും വലിയ മാനസിക വിഷമത്തിൽ തന്നെയാണ്. പോലീസ് വിശദമായിട്ടുള്ള മൊഴി അതാണ്. കാരണം നമുക്കറിയാം ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള മാനസിക പിരിമുറുക്കങ്ങളൊക്കെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ടാകും. ചെറിയൊരു പരാജയം ജീവിതത്തിൽ സംഭവിച്ചാൽ, ചില നഷ്ടങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ജീവിതം മുന്നോട്ട് പോയില്ലെങ്കിലൊക്കെ നിരാശ ഉണ്ടാകും. അത് പിന്നീട് ഇതുപോലുള്ള ഡിപ്രഷനിലേക്ക് പോകും. ഒരുപക്ഷെ ആത്മഹത്യാ പ്രവണത തോന്നാം. സാധാരണഗതിയിൽ നമ്മുടെ ഈ മനഃശാസ്ത്രജ്ഞനൊക്കെ ഉപദേശിക്കുന്നൊരു കാര്യമുണ്ട്. അതുപോലുള്ളൊരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഉടനെ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണുക, അല്ലെങ്കിൽ മനസ്സാരോടെങ്കിലും തുറക്കുക, ആരുടെങ്കിലും വിഷമങ്ങൾ പങ്കുവയ്ക്കുക. അതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ മാത്രമേ ഇതിനെ മറികടക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണും, അത് ശരീരത്തിന് അസുഖം വന്നു കഴിഞ്ഞാൽ. പക്ഷെ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് മനസ്സാണ്. ആ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, പ്രയാസം വന്നാൽ അത് ഒളിച്ചു വെക്കാൻ നോക്കും. ഒടുവിൽ ഇതുപോലുള്ള വലിയ ദുരന്തത്തിൽ കലാശിക്കുന്ന അവസ്ഥ. യഥാർത്ഥത്തിൽ ഈ ശില്പയ്ക്കും അതല്ലേ സംഭവിച്ചത്? അതേട്ടോ, പലപ്പോഴും ഇത് തുറന്നു പറയാൻ മടിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മുൻപൊക്കെ, അല്ലെങ്കിൽ ഇപ്പോഴും മാനസികമായി പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുന്നു, മാനസിക രോഗ വിദഗ്ധനെ കാണുന്നു എന്ന് പറയുന്നത് മറ്റു തരത്തിലേക്ക് വ്യാഖ്യാനിക്കുകയും അതൊരു മോശമായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇപ്പോഴും നമുക്ക് ചുറ്റിലുണ്ട്. അത് പിന്നീട് കളിയാക്കപ്പെടുമോ, തനിക്ക് ഏതെങ്കിലും മാനസിക രോഗമുണ്ടോ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുമോ എന്ന രീതിയിലേക്കൊക്കെ പോകുമോ എന്ന് വിഷമിക്കുന്ന കുറെ ആളുകളുണ്ട്. മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ളവരാണ് പലപ്പോഴും ഈ ആത്മഹത്യ എന്നൊരു വഴി തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ശില്പ അത് തന്നെയാണോ? ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് പോലെ തന്നെ മാനസിക പ്രശ്നം, ഈ വിജയം കൈവരിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാത്തതിന്റെ വിഷമമാണെങ്കിൽ അത് കുടുംബത്തോട് പങ്കുവച്ചിരുന്നോ എന്നതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ, ഭർത്താവിനോട് ഇത് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നതൊക്കെ നമുക്ക് വരും മണിക്കൂറിലെ അറിയാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലേക്ക് ഈ വിദ്യാർത്ഥികളിലുമൊക്കെ ആത്മഹത്യ കൂടുന്നതിന്റെ ഒരു കാരണം ഇങ്ങനെ ഈ പഠിത്തത്തിൽ വിജയം കൈവരിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ അത് സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ജോലി സമ്മർദ്ദം, ഇതൊന്നും മാനസികമായി വളരെയേറെ ആഘാതം ഉണ്ടാക്കുമ്പോഴാണ് ഈ ആത്മഹത്യ എന്ന വഴി പലരും തിരഞ്ഞെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു ഡോക്ടറിനെ കാണുകയോ അല്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായം തേടുകയോ ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ നമ്മുടെ മാനസിക പിരിമുറുക്കം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഇവിടെ ശില്പയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക്
അറിയില്ല. പ്രാഥമികമായി ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. ഓഡിയോ സന്ദേശത്തിലും ശില്പ തനിക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായി, വിജയം നേടാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് മരണകാരണമെന്നാണ് കുടുംബം പറയുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്തായാലും നമുക്ക് ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും പലരും ഈ വഴി തിരഞ്ഞെടുക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. യെസ്, അതാണ് നവമി സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ആത്മഹത്യാ നിരക്ക് കേരളത്തിൽ ഓരോ വർഷവും വർദ്ധിക്കുകയാണ്. ഒരു വർഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം 10,000 ആണെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തന്നെ കണക്ക്. അതിൽ പല കാരണങ്ങളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യത, ഒരുപക്ഷെ ഇതുപോലുള്ള ഡിപ്രഷൻ, അങ്ങനെ പല അവസ്ഥയിലൂടെയും കടന്നു പോകും. ഒരുപക്ഷെ നമ്മൾക്കൊക്കെ ഇതുപോലുള്ള ഒരു ആത്മഹത്യ പ്രവണതയൊക്കെ തോന്നാം. അതിൽ ചെറിയ നിമിഷത്തെ തോന്നലുകളാണ് പലരുടെയും ജീവിതം ഒടുവിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാമെന്ന തോന്നലിലേക്ക് എത്തുന്നത്. അവിടെ തിരിച്ചറിയുക, ഇതുപോലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആരോടെങ്കിലും വിഷമം പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഈ തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞരെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ കണ്ട് അതിന് പരിഹാരം കണ്ടെത്താനുള്ള വഴിയാണ് ആദ്യം തേടേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.